ഹായ് മക്കളെ, വെൽക്കം ബാക്ക് അഗൈൻ. എടാ SDK സാറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ തമ്പിൽ കണ്ട പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ ഓണം എക്സാമിന് essay ചോദിക്കുന്ന രണ്ട് ചാപ്റ്ററുകൾ ഉണ്ട് അല്ലേ? ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, essay ചോദിക്കുക. ഇതിലോ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് essay ചോദിക്കുന്ന ചോദ്യം ഏതാണ് എന്നാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത്. ആ ചോദ്യവും അതിന്റെ ആൻസറും സാർ വളരെ അടിപൊളിയായിട്ട് സാറിന്റെ മക്കൾക്ക് എന്ത് തരാം, പറഞ്ഞു തരാം. കുറച്ച് സമയം മാത്രം നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് essay ക്വസ്റ്റ്യനും കിട്ടി, അതിന്റെ ഉത്തരവും കിട്ടി, ആ ഭാഗങ്ങൾ പഠിച്ചും ചെയ്തു, 5 മാർക്ക് നിങ്ങളെ പോക്കറ്റിലായും ചെയ്തു. കിട്ടിയോ? നമുക്ക് നോക്കിയാലോ, സെറ്റ് ആയാലോ? അടിപൊളിയാക്കിയിട്ട് നോക്കിക്കോ. ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഇതിപ്പോ നോക്കി, ഇതേ ഭാഗത്ത് തന്നെ കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഈ വരുന്ന ഓണം എക്സാമിനും ചോദിക്കാം. ഇത് സംഭവം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണെന്ന് അറിയോ? ഇത് നമ്മളെ കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഇതേ ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ പാറ്റേൺ മാറിയിട്ടൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ചോദിക്കുക. ഒരേ ചോദ്യം നമുക്ക് പല രീതിയിൽ ചോദിക്കാലോ എന്ന് പറയുന്ന പോലെ തന്നെ. എന്തായാലും ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്താണ് നോബിൾസ് ഫൈറ്റ് അല്ലേ, പ്രീസ്റ്റ് പ്രേ ആൻഡ് ദ കോമൺസ് പേ. എന്താ പേ അല്ലേ? അതിന്റെ അർത്ഥം എന്താ? പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യുന്നു, അതേപോലെ പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി അടക്കുന്നു. ഓ ഓ ഓ യെസ് യെസ് യെസ്. അനലൈസ് ദ സോഷ്യൽ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ് ഇൻ ദ 18th century based on the above statement. മുകളിൽ തന്നിട്ടുള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥയെ കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞത്. കിട്ടിയോ? അല്ലെങ്കിൽ അതൊന്നും എന്ത് ചെയ്യുക, വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല, ചോദ്യത്ര മാത്രമേ ഉള്ളൂ. ഫ്രഞ്ചിലെ സോഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കും അറിയാം എന്ത്, ഫ്രഞ്ച് സമൂഹത്തെ അല്ലെ നമ്മളെന്തായിട്ടുണ്ട്, 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ തട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് അല്ലെ. വി ക്യാൻ ക്ലാസിഫൈ ദ ഫ്രഞ്ച് സൊസൈറ്റി ഇൻ ടു 3 അല്ലെ. ദ ഫസ്റ്റ് സ്റ്റേറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്, തേർഡ് സ്റ്റേറ്റ് അല്ലെ. ഒന്നാമത്തെ സ്റ്റേറ്റിൽ ക്ലർജീസ് ആണ്, പുരോഹിതന്മാരാണ് അല്ലെ. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റിൽ നോബിൾസ്, പ്രഭുക്കന്മാരാണ്. മൂന്നാമത്തെ സ്റ്റേറ്റിൽ ദ കോമൺസ്, സാധാരണക്കാരാണ്. ഇതൊക്കെ എന്റെ മക്കൾക്ക് അറിയാവൂ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എസ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലെ. 3 എസ്റ്റേറ്റ് ഉണ്ട്, ഓരോ സ്റ്റേറ്റിലും പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഒന്നാമത്തെ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താ, അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ് ദാറ്റ് മീൻസ് നോബിൾസ് അല്ലെ, പ്രഭുക്കന്മാർ, അവരുടെ പ്രത്യേകത എന്താ, അതേപോലെ തന്നെ കോമൺസ് അല്ലെ, സാധാരണക്കാർ, അവരുടെ പ്രത്യേകത എന്താ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഞാൻ ആദ്യം മക്കളോട് ചോദിക്കുകയാണ്, നമ്മളെ നാട്ടിലും ഇതേപോലെ എന്തുണ്ട്, ഓരോ തട്ടായിട്ട് ജനങ്ങളെ വെച്ചിട്ടില്ലെങ്കിലും നമുക്കത് മൈൻഡിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒന്ന് നോക്കി, നമ്മളെ നാട്ടിൽ നല്ല പൈസ ഉള്ള ആളുകൾ ഉണ്ടാവും ഇല്ലേ, ഒരു കുറവേക്കാരം, അവരുടെ അംഗസംഖ്യ കുറവേക്കാരം. നമ്മളെ നാട്ടിൽ, നിങ്ങളെ നാട്ടിലൊക്കെ എടുത്തു നോക്കുകൊണ്ട് നല്ല പണമുള്ള ആൾക്കാരാണ് വളരെ കുറവേക്കാരം. എന്നാൽ കുറച്ചൊക്കെ പൈസ ഇല്ലല്ലോ, ഒരു കുറച്ചൊക്കെ എന്തുണ്ടാവും, കൂടുതൽ ആളുകളേക്കാരം. എന്നാൽ പാവങ്ങളോ കുറേ ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഫ്രഞ്ചിലും. നല്ല പൈസക്കാരായിട്ടുള്ള ക്ലർജീസ് അല്ലേ, അവർ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ അല്ലേ. ഒരു 10, നിങ്ങൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ ഒരു നാട്ടിൽ അതിലൊരു 10 ആൾക്കാരൊക്കെ എന്തിലുണ്ടാവുള്ളൂ, ക്ലർജീസിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ നോബിൾസ് ഒരു 30 ആളൊക്കെ ഉണ്ടാവും. എന്നാൽ കോമൺസ് ഒരു 60 ആളുണ്ടാവും. തോനാരേക്കാരം അപ്പോൾ കോമൺസേക്കാരം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതേപോലെ തന്നെയാണ് ഫ്രഞ്ചിലുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഒരു നാട്ടിൽ നല്ല പൈസ ഉള്ള ആൾക്കാരാണല്ലോ ആര്, ക്ലർജീസ്, പുരോഹിതന്മാർ. ഫ്രാൻസിൽ അങ്ങനെ തന്നെയാണ്. അവരുടെ പ്രത്യേകത എന്തേക്കാരം അല്ലേ, ഒരു നല്ല റിച്ചേക്കാരം, നല്ല പൈസ ഉണ്ടല്ലോ, അപ്പോൾ നല്ല പവറേക്കാരം. ഏത് നാട്ടിലും പണം ഉണ്ടോ ഓനക്ക് പവർ ഉണ്ട്. അതാ പറഞ്ഞത്, ദേ ആർ വെരി പവർഫുൾ അല്ലേ. അവർ നല്ല എന്തുണ്ടായിരുന്നു, സമ്പന്ന വിഭാഗമായിരുന്നു. അല്ലെങ്കിൽ ദേ ആർ വെരി വെൽത്തി, സമ്പന്ന, നല്ല സമ്പത്തുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളൊരു പോയിന്റ് നമുക്ക് അവിടെ പറയാൻ പറ്റും. നല്ല പൈസ ഉള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താ, ഇപ്പൊ നമ്മളെന്ത് ചെയ്തത്, ഇത് 3 എസ്റ്റേറ്റിൽ നിന്ന് ഓരോന്നിന്റെ ഫീച്ചേഴ്സ് പഠിക്കണേ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റിന്റെ ക്ലർജീസിനെ പറഞ്ഞു, നല്ല പവർഫുൾ ആണ്, സമ്പന്നരാണെന്ന് പറഞ്ഞു. അടുത്തത് നല്ല പൈസ ഉള്ളവരാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ പണം മുഴുവൻ കൊണ്ടുപോയിട്ട് അട്ടിക്കൊക്കെയാണ് ചെയ്യുക, അല്ല അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങും. അപ്പൊ നമ്മളെ നാട്ടിലെ പൈസക്കാർക്കൊക്കെ ഒരുപാട് ഭൂമി ഉണ്ടല്ലോ, അതേപോലെ ഇവരുടെ കയ്യിൽ എന്തുണ്ട്, ഭൂമിയുണ്ട്. ദേ ഓൺ വാസ്റ്റ് ലാൻഡ്, വിശാലമായ ഭൂപ്രദേശം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ കൈവശം വെച്ചിരുന്നു. മാത്രമല്ല, ഫ്രഞ്ചിലെ രാജാവിനോട് ഇവർക്ക് ഭയങ്കര ബന്ധമാണ്. കാരണം ഈ ക്ലർജീസ് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ അത്രയും ഉറ്റ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് എന്ത് തരണ്ട, ടാക്സ് തരണ്ട. അതിൻ്റെ അർത്ഥം എന്താ, ക്ലർജീസിനെ നികുതിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഉണ്ടോ, ദേ എക്സംപ്റ്റഡ്, നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഈ പേര് പറയും, എന്ത്, അവോയ്ഡ്. അത് നമ്മൾ അറിയാം, അവൾ ഇന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ, നിന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ, കുറച്ച് ദിവസമായിട്ട് എൻ്റെ അമ്മച്ചിന്നെ എന്തോ ഒഴിവാക്കണ പോലെ ഉണ്ട് അല്ലേ. അത് നമുക്ക് ഇഷ്ടമുണ്ടായിട്ട് നമ്മൾ ഒഴിവാക്കുക, അതായത് ഇസ് നോൺ ആസ് അവോയ്ഡ്. ഇവിടെ എന്താ ഉള്ളത്, എക്സംപ്റ്റഡ്, എല്ലാവിധ നികുതികളിൽ നിന്ന് എന്ത് ചെയ്താ, ഒഴിവാക്കി. കണ്ടോ, അവയുടെ വേറെ കൊടുത്തത്
കൊടുത്തത് എക്സെംപ്റ്റഡ്. അതായത് പൈസക്കാരോട് പറഞ്ഞു നിങ്ങൾ നികുതി തരണ്ട രാജാവ്. അതാണ് ആ പോയിന്റ് ഉള്ളത് അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ ഈ ക്ലർജീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സാധാരണക്കാരത്ത് നിന്ന് നികുതി പിരിച്ചിരുന്നു. ആ നികുതിയെ പറയുന്ന പേരെന്താടാ, തിതേ അല്ലേ. അതായത് എല്ലാ ദിവസവും അല്ല എല്ലാ മാസം ഒരു 5-ാം തീയതി ആകുമ്പോൾ എന്ത് ചെയ്യും, ക്ലർജീസ് കോമൺസിന്റെ അടുത്ത് ചെല്ലും, സാധാരണക്കാരുടെ അടുത്തേക്ക് പുരോഹിതന്മാർ ചെല്ലും, എന്നിട്ട് ടാക്സ് എന്ന് പറയും അല്ലെ. അപ്പൊ സാധാരണക്കാരൻ എന്ത് ചെയ്യും, ഓർക്ക് ടാക്സ് കൊടുക്കും അല്ലേ. എന്നാ തന്തേ എന്നാ പറയാ, എന്ത് ഇന്നാ തന്തേ എന്നാ, പിടിച്ചോ എന്നാ തന്തേ അല്ലേ. ആ തന്തേ എന്ന് എഴുതുമ്പോ അതിങ്ങനെ ഇട്ടോക്കി തിന്തേ അല്ലേ. അപ്പൊ നമുക്ക് കിട്ടി തിതേ. ക്ലർജീസ് പിരിച്ച നികുതി ഞാൻ പറഞ്ഞാണ് തിതേ. ആരെന്നാ പിരിച്ചത്, സാധാരണക്കാരിൽ നിന്നാണ് പിരിച്ചത് അല്ലേ. എത്രയാന്ന് അന്ന് നികുതിയാണ്, പണമായിട്ടാണ് വാങ്ങുക അല്ല, അന്ന് ടോട്ടൽ പ്രൊഡക്ഷന്റെ 1/10 പോർഷൻ ആണ് വാങ്ങുക അല്ലേ. അതായത് ഇപ്പൊ ഞാൻ 10 ചാക്ക് നെല്ല് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ചാക്ക് നെല്ല് എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് കൊടുക്കണം. എൻ്റെ അടുത്ത് 10 തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ടാക്സ് ആയിട്ട് കൊടുക്കണം. പ്രൊഡക്റ്റ് ആണ് ടാക്സ് കൊടുക്കുക കേട്ടോ. 1/10 ഓഫ് ദ ടോട്ടൽ പ്രൊഡ്യൂസ് വാസ് പേ ആസ് ടാക്സ് അല്ലെ. വിളവിന്റെ 10 ഭാഗം എന്തായിട്ട് കൊടുക്കണമായിരുന്നു, നികുതിയായിട്ട്. ഇതാണ് ക്ലർജീസിന്റെ പ്രത്യേകത. ഇതേപോലെ തന്നെ നോബിൾസിനും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ക്ലർജീസിന് പണം കുറച്ച് കുറവുണ്ട് എന്നുള്ളൂ അല്ലെ. അപ്പൊ ബാക്കിയുള്ള പ്രത്യേകതകൾ അതേപോലെ കണ്ടോ. ദേ ഹെൽഡ് ഹൈയസ്റ്റ് പൊസിഷൻ ഇൻ ഗവൺമെന്റ് ആൻഡ് ആർമി അല്ലെ. സൈന്യത്തിലും ഗവൺമെന്റിലൊക്കെ ഉയർന്ന പദവി അലങ്കരിച്ചു. അതേപോലെ കുറെ ഭൂമി കൈവശം ഉണ്ടായിരുന്നു. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. നല്ല പൈസക്കാരല്ല, എങ്ങനത്തെ ജീവിതക്കാരം, ആഡംബര ജീവിതം നടത്തി അല്ലേ. അതേപോലെ തന്നെ നമ്മളെ ക്ലർജീസ് പിരിച്ച നികുതി തിതേ. എന്നാലും നോബിൾസ് പിരിച്ചതോ വിങ് തീം എന്നാട്ടോ പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ പറയും വോങ് തീയം. വോങ് തീയം എന്ന് പറയുന്ന നികുതി എന്ത് ചെയ്തിട്ടുണ്ട്, പിരിച്ചിട്ടുണ്ട്. അവിടെ അത്ര മാത്രം മനസ്സിലാക്കുക. പക്ഷെ വോങ് തീയം 1/20 ആണ് കേട്ടോ. മറ്റേത് 10-1 ഇത് 20-1 എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അവിടെ അത്ര മാത്രം എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഞാൻ അവസാനത്തെ ഭാഗം ആരാണോ, ദ കോമൺസ് അല്ലേ. എന്താ കോമൺസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാര്. എടാ ഉയർന്ന വിഭാഗം പറഞ്ഞ ക്ലർജീസ് ആണ്, ഹയസ്റ്റ് പൊസിഷൻ. അപ്പൊ ലോ പൊസിഷൻ ആയിരിക്കും കാര്യം, കോമൺസിന് അല്ലേ. ദ തേർഡ് എസ്റ്റേറ്റ് ഇൻ ഫ്രാൻസ് ആൾസോ നോൺ ആസ് ദ കോമൺസ് അല്ലേ. ഫ്രാൻസിലെ തേർഡ് എസ്റ്റേറ്റ് അല്ലേ, അവരെ വിളിക്കുന്ന പേരാണെന്തോ കോമൺസ് അല്ലേ. ഒലിൽ ആരൊക്കെ പെടുക, മിഡിൽ ക്ലാസ്, പെസൻസ്, വർക്കേഴ്സ്, കർഷകർ, തൊഴിലാളികൾ, മധ്യവർഗക്ക് അതിൽ പെടും അല്ലേ. ദേ ലെഡ് മിസറബിൾ ലൈഫ്. എങ്ങനത്തെ ജീവിതമാണ്, ദുരിതമായ ജീവിതം. ഹയസ്റ്റ് പൊസിഷൻ ഒന്നും ഇല്ല. അപ്പൊ ദേ ഹെൽഡ് ലോ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ താഴ്ന്ന വിഭാഗമായിരുന്നു, അത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ ദേ ഗോട്ട് ഓൺലി എ പോർഷൻ ഓഫ് വാട്ട് ദേ പ്രൊഡ്യൂസ്ഡ്. അവർ ഉൽപ്പാദിപ്പിച്ചതിന്റെ ഒരു ഭാഗം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ, ബാക്കിയൊക്കെ ടാക്സ് ആയിട്ടാണ് പോകുന്നത് ഇല്ലേ. മാത്രമല്ല ദേ പെർഫോംഡ് മിലിറ്ററി സർവീസ് വെൻ ഇറ്റ് വാസ് നെസസറി. നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഓല് എന്ത് ചെയ്യണം, സൈനിക ജോലി ചെയ്യണമായിരുന്നു. എപ്പോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓല് അതായത് ഒന്നിനും പറ്റാത്തൊരു വിഭാഗമായിട്ടായിരുന്നു ഫ്രാൻസിൽ ആരുണ്ടായിരുന്നത്, കോമൺസ് ഉണ്ടായിരുന്നത്. കിട്ടിയോ. ഇതാണ് ഫ്രഞ്ച് സമൂഹത്തിന്റെ ഒരു ആകത്തുക അല്ലേ. ഇത് മാത്രം എഴുതിയാൽ മതി, എക്സാമിന് 5 മാർക്ക് എന്ത് ചെയ്തു കിട്ടി. ഇതിലെല്ലാ പോയിന്റ് എഴുതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇതിലൊരു 4 പോയിന്റും ഇതിനൊരു 4 പോയിന്റും മാത്രമായിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഇനി മേ ബി ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ഒന്ന് വൈഡായിട്ട് ചോദിക്കും. എങ്ങനെ അറിയോ, ഒന്ന് നോക്കി. The French Revolution was the most important revolution that influenced in the world. അല്ലേ, ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവമാണ് ഇത്, ഫ്രഞ്ച് വിപ്ലവം. എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ എഴുതാൻ പറയാണ്. നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു കാരണമാണ് എന്ത്, ഡെസ്പോട്ടിക് റൂൾ, സ്വേച്ഛാധിപത്യ ഭരണം. അതായത് ഫ്രഞ്ച് ഭരിച്ച ബൂർബൻ ഡൈനാസ്റ്റി. അത് ആലോചിക്കാൻ ട്രിക്ക് ഉണ്ട് കേട്ടോ. ബൂർബൻ, ബാർബർ എന്നൊക്കെ ആലോചിച്ചാൽ മതി. ബാർബർമാരാണ് ഫ്രാൻസിലെ രാജാക്കന്മാരൊക്കെ, ബാർബർമാരാന്ന് ആലോചിച്ചാൽ അപ്പൊ കിട്ടി ബൂർബർ അല്ല ബൂർബൻ കിട്ടിയോ. അപ്പൊ അങ്ങനെ കിട്ടും. അവരുടെ ഭരണം എങ്ങനെയാണ്, ഡെസ്പോട്ടിക് ആണ്, സ്വേച്ഛാധിപത്യം. അവർ ജനങ്ങൾക്ക് ഫ്രീഡം കൊടുത്തില്ല, അവർ ഏകാധിപതികളെ പോലെ പ്രവർത്തിക്കുക. അതൊക്കെയാണ് അതിന്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടോ. ഫ്രാൻസ് വാസ് റൂൾഡ് ബൈ ബൂർബൻ ഡൈനാസ്റ്റി. ഫ്രാൻസ് ഭരിച്ചത് ബൂർബൻ രാജവംശമാണ്. റൂളേഴ്സ് ആർ ഡെസ്പോട്ടിക് അല്ലേ. ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതികളാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല, സമത്വം കൊടുത്തില്ല, സാഹോദര്യം കൊടുത്തില്ല അല്ലേ. ദേ ഡിഡ് നോട്ട് ഗിവ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റർണിറ്റി അങ്ങനെയൊക്കെ എഴുതി കൊടുത്താൽ മതി കിട്ടിയോ. മാത്രമല്ല ദേ ബിലീവ്ഡ് ഇൻ ഡിവൈൻ റൈറ്റ് തിയറി അല്ലേ. അവർ ഏത് സിദ്ധാന്തത്തിൽ വിശ്വസിച്ചവരാണ്, ദൈവദത്ത സിദ്ധാന്തം. നിങ്ങൾക്ക് അറിയാം അല്ലേ, രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണ്. രാജാവ് ആരോട് മാത്രം അക്കൗണ്ടബിലിറ്റി ഉള്ളു, രാജാവിന് ദൈവത്തോട് മാത്രമുള്ളൂ. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഡിവൈൻ റൈറ്റ് തിയറി. അത് ജസ്റ്റ് ഒന്ന് സാറിന്റെ മക്കൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഫ്രഞ്ച് സൊസൈറ്റി ഉണ്ടല്ലോ, ആ എസ്റ്റേറ്റ് ഒക്കെ, അതും അതിലുള്ള 3 എസ്റ്റേറ്റിന്റെ ഓരോ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് കൊടുത്താൽ അതിന്റെ ആൻസർ എന്ത് ചെയ്യും മക്കളെ, അടിപൊളിയോ. ഇതോട് കൂടി നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള എസ്എ ക്വസ്റ്റ്യൻസ് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്,
കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക അറിയോ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ റിസൾട്ടോ അല്ലെങ്കിൽ നെപ്പോളിയൻ, ഈ രണ്ട് ഭാഗങ്ങളും മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെച്ച് പോകണം. ചിലപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ച് സൊസൈറ്റി, അത് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. റിഫോംസ് ഓഫ് നെപ്പോളിയൻ, നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരം, അത് എഴുതേണ്ടി വരും. അല്ലെങ്കിൽ റിസൾട്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ റിസൾട്ട്, ഇമ്പാക്ട്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, സാറിൻ്റെ മക്കൾ ഉഷാറായിട്ട് പഠിക്കുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ 2 ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ച 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ഇതാവും എസ്എ ചോദ്യം. ഇൻഷാ അല്ലാഹ് നമുക്ക് സെറ്റ് ആക്കണം. ഇന്ന് രാത്രി നമ്മളെ ലൈവ് ഉണ്ട്, എല്ലാ ആൾക്കാരും ലൈവിൽ വരിക. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യും, സാറ് ലൈവിൽ പറയും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ലൈവ് നമ്മളിപ്പോൾ ഈ കണ്ടന്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ ലൈവിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആ ലൈവിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ക്ലാസ് സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ലൈവിൽ വരെ ഉഷാറാക്കുക, ക്ലാസ് കേൾക്കുക, കമന്റ് ചെയ്യുക, അടിപൊളിയാക്കുക കേട്ടോ.